ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിൻ്റെ കൃപയാൽ ലേവ്യ പുസ്തകം സംഖ്യാപുസ്തകം എന്ന വിഷയത്തിൻ്റെ 10ാമത്തെ സെക്ഷനിൽ പ്രവേശിപ്പാൻ ദൈവമേ സഹായിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾക്ക് ഏവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുകയാണ്. നിങ്ങൾ നൽകുന്ന പ്രോത്സാഹനം, സഹകരണം, പ്രാർത്ഥനയുടെ പിൻബലത്തിനായി ഞാൻ നന്ദി പറയുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ കഴിഞ്ഞ സെക്ഷനിൽ 29ാം അധ്യായത്തിൻ്റെ 40ാമത്തെ വാക്യം അഥവാ ഒടുവിലത്തെ വാക്യം വരെ ധ്യാനിപ്പാനിടയായിത്തീർന്നു. നാം ഈ സെക്ഷനിൽ 30ാം അധ്യായത്തിൻ്റെ 1ാം വാക്യം മുതൽ നമ്മൾ തുടരുകയാണ്. ഈ 30ാം അധ്യായത്തിൻ്റെയും പ്രധാനപ്പെട്ട പ്രതിപാദ്യ വിഷയം എന്നുള്ളത് വഴിപാടുകളും നേർച്ചകളെക്കുറിച്ചുള്ളതായ വിവരണമാണ്. മോശെ ഇസ്രായേൽ മക്കളുടെ ഗോത്രപ്രധാനികളോട് പറഞ്ഞത്, യഹോവ കൽപ്പിച്ചിരിക്കുന്ന കാര്യമെന്തെന്നാൽ ആരെങ്കിലും യഹോവയ്ക്ക് നേർച്ച നേരുകയോ ഒരു പരിവർജന വ്രതം ദീക്ഷിപ്പാൻ ശപഥം ചെയ്യുകയോ ചെയ്താൽ അവൻ വാക്കിന് ഭംഗം വരുത്താതെ തൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ടതുപോലെയൊക്കെയും നിവർത്തിക്കണം. നാം ഒരു തീരുമാനം ദിവസത്തിലെടുക്കുന്നത് നിവർത്തിക്കുവാൻ ബാധ്യസ്ഥരാണ്. ദൈവം നമ്മൾ അനുസരിക്കുവാൻ പറയുന്ന കൽപ്പനകളെ നമ്മൾ പൂർണ്ണമായി അനുസരിക്കണം. അതേസമയം തന്നെ നാം ചില സന്ദർഭങ്ങളിൽ ദിവസങ്ങളിൽ ചില തീരുമാനങ്ങൾ എടുക്കാറുണ്ട്. ചിലർ പറയും ഞാൻ ആഴ്ച ഒരു ദിവസം ഉപവസിക്കും, ചിലർ പറയും ഞാൻ മാസത്തിൽ 3 ദിവസം ഉപവസിക്കും, ചിലർ പറയും ഞാൻ മാസത്തിൽ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും, ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കാര്യമൊക്കെ പറയും. അത് നാം ഒരു തീരുമാനം പറഞ്ഞതാണെങ്കിൽ അത് പാലിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. നമ്മൾ പാലിക്കാതിരുന്നാൽ അത് നമുക്ക് ശിക്ഷയ്ക്ക് കാരണമായി തീരും. ഒരു സ്ത്രീ ബാല്യപ്രായത്തിൽ അപ്പൻ്റെ വീട്ടിൽ ഇരിക്കുമ്പോൾ യഹോവയ്ക്ക് ഒരു നേർച്ച നേർന്ന് ഒരു പരിവർത്തന വ്രതം നിശ്ചയിക്കുകയും അവളുടെ അപ്പൻ അവളുടെ നേർച്ചയും അവൾ നിശ്ചയിച്ച പരിവർത്തന വ്രതത്തെയും കുറിച്ച് കേട്ടിട്ട് മിണ്ടാതിരിക്കുകയും ചെയ്താൽ അവളുടെ എല്ലാ നേർച്ചകളും അവൾ നിശ്ചയിച്ച പരിവർത്തന വ്രതവും ഒക്കെയും സ്ഥിരമായിരിക്കും. എന്നാൽ അവളുടെ അപ്പൻ അവളുടെ എല്ലാ നേർച്ചയും അവൾ നിശ്ചയിച്ച പരിവർത്തന വ്രതത്തെയും കുറിച്ച് കേൾക്കുന്ന നാളിൽ അവളോട് വിലക്കിയാൽ അവ സ്ഥിരമായിരിക്കില്ല. അവളുടെ അപ്പൻ അവളോട് വിലക്കുകൊണ്ട് യഹോവ അവളോട് ക്ഷമിക്കും. അവൾക്കൊരു നേർച്ചയോ വിചാരിക്കാതെ നിശ്ചയിച്ചു പോയ പരിവർത്തനമോ ഉള്ളപ്പോൾ വിവരത്തിന് ഭാര്യയാകുകയും ഭർത്താവ് അതിനെക്കുറിച്ച് കേൾക്കുന്ന നാളിൽ ഉണ്ടാതിരിക്കുകയും ചെയ്താൽ അവളുടെ നേർച്ചകളും അവൾ നിശ്ചയിച്ച പരിവർത്തന വ്രതവും സ്ഥിരമായിരിക്കും. എന്നാൽ ഭർത്താവ് അത് കേട്ട നാളിൽ അവളോട് വിലക്കിയാൽ അവളുടെ നേർച്ചയും അവൾ വിചാരിക്കാതെ നിശ്ചയിച്ചു പോയ പരിവർത്തന വ്രതവും അവൻ ദുർബലപ്പെടുത്തുന്നു. യഹോവ അവളോട് ക്ഷമിക്കും. വിധവിയോ ഉപേക്ഷിക്കപ്പെട്ടവളോ ചെയ്യുന്ന നേർച്ചയും പരിവർത്തന വ്രതവും എല്ലാം അവളുടെ മേൽ സ്ഥിരമായിരിക്കും. ഭർത്താവിൻ്റെ വീട്ടിൽ വെച്ച് നേരുകയോ ഒരു പരിവർത്തന ശബ്ദം ചെയ്യുകയോ ചെയ്തിട്ട് ഭർത്താവ് അതിനെക്കുറിച്ച് കേൾക്കുമ്പോൾ മിണ്ടാതെയും അവളോട് വിലക്കാതെയും ഇരുന്നാൽ അവളുടെ നേർച്ചകളൊക്കെയും അവൾ നിശ്ചയിച്ച പരിവർത്തന വ്രതവും എല്ലാം സ്ഥിരമായിരിക്കും. ഭർത്താവ് കേട്ട നാളിൽ അവയെ ദുർബലപ്പെടുത്തിയെങ്കിൽ നേർച്ചകളോ പരിവർത്തന വ്രതമോ സംബന്ധിച്ച് അവളുടെ നാവിന്മേൽ നിന്ന് വീണതൊന്നും സ്ഥിരമായിരിക്കുകയില്ല. അവളുടെ ഭർത്താവ് അതിനെ ദുർബലപ്പെടുത്തിയിരിക്കുന്നു. യഹോവ അവളോട് ക്ഷമിക്കും. ആത്മദഹനം ചെയ്യുവാനുള്ള ഏത് നേർച്ചയും പരിവർത്തന ശബ്ദവും സ്ഥിരപ്പെടുത്തുവാനോ ദുർബലപ്പെടുത്തുവാനോ ഭർത്താവിന് അധികാരമുണ്ട്. എന്നാൽ ഭർത്താവ് ഒരിക്കലും ഒന്നും മിണ്ടിയില്ല എങ്കിൽ അവളുടെ എല്ലാ നേർച്ചയും അവൾ നിശ്ചയിച്ച സകല പരിവർത്തന വ്രതവും സ്ഥിരപ്പെടുത്തുന്നു. കേട്ട നാളിൽ മിണ്ടാതിരിക്കൊണ്ട് അവൻ അവയെ സ്ഥിരപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ കേട്ടിട്ട് കുറെ കഴിഞ്ഞ ശേഷം അവയെ ദുർബലപ്പെടുത്തിയാൽ അവൻ അവളുടെ കുറ്റം വഹിക്കും. പരിവർത്തക്കന്മാർ തമ്മിലും അപ്പൻ്റെ വീട്ടിൽ കന്യകയെ പറക്കുന്ന മകളും അപ്പനും തമ്മിലും പ്രമാണിക്കേണ്ടതിന് യഹോവ മോശയോട് കൽപ്പിച്ച ചട്ടങ്ങൾ ഇവ തന്നെ. അപ്പോൾ അവിടെ ഒരാൾ തീരുമാനമെടുക്കുന്നത് അതൊരു വിവാഹിതയാകാത്ത പെൺകുട്ടിയാണെങ്കിൽ അവളുടെ പിതാവിനെ അത് ദുർബലപ്പെടുത്താം. അത് ദുർബലപ്പെടുത്താതിരുന്നാൽ അവളത് പാലിക്കണം. അതുപോലെ വിവാഹിതയായ സ്ത്രീയാണെങ്കിൽ ഭർത്താവിനെ നിയമത്തെ ദുർബലപ്പെടുത്താം. അതേസമയം ദുർബലപ്പെടുത്തുന്നില്ലെങ്കിൽ അവളത് പാലിക്കുവാൻ ഉത്തരവാദിത്വമുള്ളവളാണെന്നുള്ള കാര്യങ്ങൾ പറയുകയാണ്. 31ാം തീയതി നമ്മൾ പ്രവേശിക്കുമ്പോൾ മിദ്യാന്യരുടെ നാശത്തെക്കുറിച്ചാണ് 31ാം അധ്യായത്തിൻ്റെ പ്രധാന പ്രതിപാദ്യ വിഷയം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അനന്തരം യഹോവ മോശയോട് അരുളി ചെയ്തത്, ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി മിദ്യാന്യരുടെ പ്രതികാരം നിർത്തുക. അതിനുശേഷം നീ ജനത്തോട് ചേരും. അപ്പോൾ മോശ ജനത്തോട് സംസാരിച്ചു മിദ്യാന്യരുടെ നേരെ പുറപ്പെട്ടു. യഹോവയ്ക്ക് വേണ്ടി മിദ്യാന്യനോട് പ്രതികാരം നടത്തേണ്ടതിന് നിങ്ങളിൽ നിന്ന് ആളുകളെ യുദ്ധത്തിന് ഒരുക്കുവീൻ. നിങ്ങൾ ഇസ്രായേലിൻ്റെ സകല ഗോത്രങ്ങളിലും ഓരോന്നിൽ നിന്നും 1000 പേരെ വീതം
യുദ്ധത്തിന് അയക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഇസ്രായേലിലേക്ക് സഹസ്രങ്ങളിൽ നിന്ന് ഓരോ ഗോത്രത്തിൽ നിന്ന് 1000 പേർ വീതം 12,000 പേരെ യുദ്ധസന്നദ്ധരായി വേർതിരിച്ചു. മോശ ഓരോ ഗോത്രത്തിൽ നിന്നും 1000 പേർ വീതമുള്ള അവരെയും പുരോഹിതനായ എലിയാസാറിന്റെ മകൻ ഫിനെഹാസിനെയും യുദ്ധത്തിനായി അയച്ചു. അവന്റെ കൈവശം വിശുദ്ധ മന്ദിരത്തിലെ ഉപകരണങ്ങളും ഗംഭീരനാഥ കാഹളങ്ങളും ഉണ്ടായിരുന്നു. യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ അവർ മിദ്യാനോരോട് യുദ്ധം ചെയ്തു, ആണുങ്ങളൊക്കെയും കൊന്നു. യുദ്ധന്മാരുടെ കൂട്ടത്തിൽ അവർ മിദ്യാന രാജാക്കന്മാരായ ഏവി, രേക്കോം, സൂർ, ഹൂർ, രേബ എന്നീ 5 രാജാക്കന്മാരെയും കൊന്നു. ബെയോരിന്റെ മകനായ ബിലയാമിനെയും അവർ വാളുകൊണ്ട് കൊന്നു. ഇസ്രായേൽ മക്കൾ മിദ്യാൻ സ്ത്രീകളെയും അവരുടെ കുഞ്ഞുങ്ങളെയും ബദരാക്കി അവരുടെ സകല വാഹനമൃഗങ്ങളെയും ആടുമാടുകളെയും അവരുടെ സമ്പത്തൊക്കെയും കൊള്ളയിട്ടു. അവർ പാർത്തിരുന്ന എല്ലാ പട്ടണങ്ങളും എല്ലാ പാളയങ്ങളും തീയിട്ട് ചുട്ടുകളഞ്ഞു. അവർ എല്ലാ കൊള്ളയും മനുഷ്യരും മൃഗങ്ങളുമുള്ള അപഹൃതമൊക്കെയും എടുത്ത് ബദന്മാരെ അപഹൃതത്തോടും കൊള്ളയോടും കൂടെ യെരിഹോവിന് സമീപത്ത് യോർദാനരികെയുള്ള മോവാബ് സമഭൂമിയിൽ പാളയത്തിലേക്ക് മോശയുടെയും പുരോഹിതനായ എലയാസാറിന്റെയും ഇസ്രായേൽ സഭയുടെയും അടുക്കൽ കൊണ്ടുവന്നു. മോശയും പുരോഹിതൻ എലയാസാറും സഭയുടെ സകല പ്രഭുക്കന്മാരും പാളയത്തിന് പുറത്ത് അവരെ എതിരേറ്റ് ചെയ്യുന്നു. എന്നാൽ മോശ യുദ്ധത്തിൽ നിന്ന് വന്നിട്ടുള്ള സഹസ്രാധിപന്മാരും ശതാധിപന്മാരുമായ സൈന്യനായകന്മാരുടെ കോപിച്ച് പറഞ്ഞു നിന്നാൽ നിങ്ങൾ സ്ത്രീകളെയെല്ലാം ജീവനോട് വെച്ചിരിക്കുന്നു. ഇവരത്രേ പയ്യോറിന്റെ സംഗതിയിൽ ബിലയാമിന്റെ ഉപദേശത്താൽ ഇസ്രായേൽ മക്കൾ യഹോവയുടെ ദ്രോഹം ചെയ്യുവാനും യഹോവയുടെ സഭയിൽ ബാധയുണ്ടാകുവാനും ഹേതുവായത്. ആകയാൽ ഇപ്പോൾ കുഞ്ഞുങ്ങളിലുള്ള ആണിനൊക്കെയും പുരുഷനോട് കൂടെ ശയിച്ചിട്ടുള്ള സ്ത്രീകളെയും കൊന്നുകളവീൻ. പുരുഷനോട് കൂടെ ശയിക്കാത്ത പെൺകുഞ്ഞുങ്ങളെ ഇതിനോട് വെച്ചുകൊള്ളുവീൻ. നിങ്ങൾ 7 ദിവസം പാളത്തിന് പുറത്ത് പാർക്കണം. ഒരുത്തനെ കൊന്നവനും കൊല്ലപ്പെട്ടവനും തൊട്ടവനും എല്ലാം 3-ാം ദിവസം 7-ാം ദിവസവും തങ്ങളെയും തങ്ങളെ ബദ്ധന്മാരെ ശുദ്ധീകരിക്കണം. സകല വസ്ത്രവും തോൽ കൊണ്ടുള്ള എല്ലാ കോപ്പും കോലാട്ടുരോമവും കൊണ്ടുണ്ടാക്കിയതൊക്കെയും മരം കൊണ്ടുള്ള സകല സാധനവും ശുദ്ധീകരിപ്പീൻ. പുരോഹിതനായ എലയാസാർ യുദ്ധത്തിന് പോയിരുന്ന യോദ്ധാക്കളോട് പറഞ്ഞത്, യഹോവ മോശയോട് കൽപ്പിച്ചിട്ടുള്ള ന്യായപ്രമാണമാവിത്. പൊന്ന്, വെള്ളി, ചെമ്പ്, ഇരുമ്പ്, വെള്ളീയം, കാരീയം മുതലായി തീയിൽ നശിച്ചുപോകാത്ത സാധനങ്ങളൊക്കെയും തീയിലിട്ടെടുക്കണം. എന്നാൽ അത് ശുദ്ധമാകും. എങ്കിലും ശുദ്ധീകരണ ജലത്താലും അത് ശുദ്ധീകരിക്കണം. തീയിൽ നശിച്ചു പോകുന്നതെല്ലാം നിങ്ങൾ വെള്ളത്തിൽ മുക്കിയെടുക്കണം. 7-ാം ദിവസം വസ്ത്രം അലക്കി ശുദ്ധിയുള്ളവരായ ശേഷം നിങ്ങൾക്ക് പാളത്തിലേക്ക് വരാം. പിന്നെ യഹോവ മോശയുടെ അരുളി ചെയ്തത്, നീയും പുരോഹിതനായ എലയാസാറും സഭയിലെ ഗോത്രപ്രധാനികളും കൊള്ളയായി പിടിക്കപ്പെട്ട മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ഒക്കെ നോക്കി പടയ്ക്ക് പോയ യുദ്ധാക്കൾക്കും സഭയ്ക്കും ഇങ്ങനെ 2 ഓഹരിയായി കൊള്ള വിഭാവിപ്പീൻ. യുദ്ധത്തിന് പോയ യോദ്ധാക്കളോട്, മനുഷ്യരിലും മാട്, കഴുത, ആട് എന്നിവയിലും 500-1 യഹോവയുടെ ഓഹരിയായി വാങ്ങണം. അവർക്കുള്ള പാതിയിൽ നിന്ന് അതെടുത്ത് യഹോവയ്ക്ക് തുടർച്ചാർപ്പണമായി പുരോഹിതനായ എലയാസാറിന് കൊടുക്കണം. എന്നാൽ ഇസ്രായേൽ മക്കൾക്കുള്ള പാതിയിൽ നിന്ന് മനുഷ്യരിലും മാട്, കഴുത, ആട് മുതലായ സകല മൃഗത്തിൽ നിന്നും 50-1 എടുത്ത് യഹോവയുടെ തിരുനിവാസത്തിലെ വില ചെയ്യുന്ന ലേവർക്ക് കൊടുക്കണം. യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ മോശയും എലയാസാറും ചെയ്തു. യോദ്ധാക്കൾ കൈവശമാക്കിയതിന് പുറമെയുള്ള കൊള്ള 6,75,000 ആടും 70,000 മാടും 61,000 കഴുതയും പുരുഷനോടുകൂടെ ശയിക്കാത്ത പെണ്ണുങ്ങളെല്ലാം കൂടി 30,000 പേരുമായിരുന്നു. യുദ്ധത്തിന് പോയവരുടെ ഓഹരിക്കുള്ള പാതിയിൽ ആട് 3,37,500, ആടിൽ യഹോവയ്ക്കുള്ള ഓഹരി 675, കന്നുകാലി 36,000, അതിൽ യഹോവയ്ക്കുള്ള ഓഹരി 22, കഴുത 30,500, അവരിൽ യഹോവയ്ക്കുള്ള ഓഹരി 61, ആൾ 16,000, അവരിൽ യഹോവയ്ക്കുള്ള ഓഹരി 32. യഹോവയ്ക്ക് ഉദാർച്ചാർപ്പണമായിരുന്ന ഓഹരി യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ മോശ പുരോഹിതനായ എലയാസാറിന് കൊടുത്തു. മോശ പടയാളികളുടെ പടക്കൽ നിന്ന് ഇസ്രായേൽ മക്കൾക്ക് വിഭാഗിച്ചു കൊടുത്ത പാതിയിൽ നിന്ന് സഭയ്ക്കുള്ള പാതി 3,37,500 ആടും 36,000 മാടും 30,500 കഴുതിയും 16,000 ആളും ആയിരുന്നു. ഇസ്രായേൽ മക്കളുടെ പാതിയിൽ നിന്ന് മോശ മനുഷ്യരിലും മൃഗങ്ങളിലും 50-1 എടുത്ത് യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ യഹോവയുടെ തിരുനിവാസത്തിലെ വില ചെയ്യുന്ന ലേവർക്ക് കൊടുത്തു. പിന്നെ സൈനിക സഹസ്രങ്ങൾക്ക് നായകന്മാരായ സഹസ്രാധിപന്മാരും ശതാധിപന്മാരും മോശയുടെ അടുക്കൽ വന്ന് മോശയുടെ അടിയങ്ങളെ കീഴിലുള്ള യോദ്ധാക്കളുടെ തുക നോക്കി, ഒരുത്തിനും കുറഞ്ഞു പോയിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ഓരോരുത്തരും കിട്ടിയ പൊന്നാഭരണങ്ങളായ മാല, കൈവള, മോതിരം, കുണുക്ക്, കടകം എന്നിവ യഹോവയുടെ സന്നിധിയിൽ ഞങ്ങൾക്ക് വേണ്ടി പ്രായശ്ചിത്തം കഴിക്കണമെന്ന് ഞങ്ങൾ യഹോവയ്ക്ക് വഴിപാടായി കൊണ്ടുവന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. മോശയും പുരോഹിതനായ എലയാസാറും വിചിത്രപ്പണിയുള്ള ആഭരണങ്ങളായ പൊന്ന് അവരോട് വാങ്ങി സഹസ്രാധിപന്മാരും ശതാധിപന്മാരും യഹോവയ്ക്ക് ഉദാർച്ചാർപ്പണം ചെയ്ത പൊന്ന് എല്ലാം കൂടെ 16,750 ശേക്കലായിരുന്നു.
യോദ്ധാക്കളിൽ ഓരോരുത്തരും താന്താന് വേണ്ടി കൊള്ളയിട്ട് എടുത്തിട്ടുണ്ടായിരുന്ന ഉണ്ടായിരുന്നു. മോശയെയും പുരോഹിതനായ എലയാസറും സഹസ്രാധിപന്മാരോടും ശതാധിപന്മാരോടും ആ പൊന്നു വാങ്ങി യഹോവയുടെ സന്നിധിയിൽ ഇസ്രായേൽ മക്കളുടെ ഓർമ്മയ്ക്കായി സമാഗമന കൂടാരത്തിൽ കൊണ്ടുപോയി. അത് 32-ാം അധ്യായമാണ്. 32-ാം അധ്യായത്തിൽ രൂബേൻ, ഗാദ്, മനശ്ശെ എന്നിവരുടെ പാതി ഗോത്രങ്ങൾക്കുള്ള അവകാശങ്ങൾ വിതരണം ചെയ്യുന്ന കാര്യമാണ് പറയുന്നത്. രൂബേനും ഗാദിനും എത്രയും വളരെ ആടുമാടുകൾ ഉണ്ടായിരുന്നു. അവർ യസേർ ദേശവും ഗിലെയാദ് ദേശവും ആടുമാടുകൾ കൊള്ളാകുന്ന സ്ഥലമെന്ന് കണ്ടിട്ട് വന്ന് മോശയോടും പുരോഹിതനായ എലയാസാറിനോടും സഭയിലെ പ്രഭുക്കന്മാരോടും സംസാരിച്ചു. അതാരോത്ത്, ദീബോൻ, യാസേർ, നിമ്ര, ഹെഷ്ബോൻ, എലയാലെ, സെഫാം, നെബോ, ബെയോൻ എന്നിങ്ങനെ യഹോവ ഇസ്രായേൽ സഭയുടെ മുന്നിൽ ജയിച്ചടക്കിയ ദേശം, ആടുമാടുകൾ കൊള്ളാവുന്ന പ്രദേശം. അടിയങ്ങൾക്കും ആടുമാടുകളുണ്ട്. അതുകൊണ്ട് നിനക്ക് അടിയങ്ങളോട് കൃപയുണ്ടെങ്കിൽ ഈ ദേശം അടിയങ്ങൾക്ക് അവകാശമായി തരണം. ഞങ്ങളെ യോർദാനക്കരെ കൊണ്ടുപോകരുതേ എന്ന് പറഞ്ഞു. മോശെ ഗാദിയോടും രൂബേനോടും പറഞ്ഞത്, നിങ്ങളുടെ സഹോദരന്മാർ യുദ്ധത്തിന് പോകുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇരിക്കണമെന്നോ? യഹോവ ഇസ്രായേൽ മക്കൾക്ക് കൊടുത്തിട്ടുള്ള ദേശത്തേക്ക് അവർ കിടക്കാതിരിപ്പാൻ തക്കവണ്ണം നിങ്ങൾ അവരെ അധൈര്യപ്പെടുത്തുന്നത് എന്തിന്? ഉറ്റുനോക്കേണ്ടതിന് ഞാൻ നിങ്ങളുടെ പിതാക്കന്മാരെ കാദേശ് ബർന്നയിൽ നിന്ന് അയച്ചപ്പോൾ അവർ ഇങ്ങനെ തന്നെ ചെയ്തു. അവർ എസ്കോൽ താഴ്വരകളും ചെന്ന് ദേശം കണ്ട ശേഷം യഹോവ ഇസ്രായേൽ മക്കൾക്ക് കൊടുത്തിട്ടുള്ള ദേശത്തേക്ക് പോകാതിരിക്കാൻ തക്കവണ്ണം അവരെ അധൈര്യപ്പെടുത്തി. അന്ന് യഹോവയുടെ കോപം ജ്വലിച്ചു. അവൻ സത്യം ചെയ്ത് കൽപ്പിച്ചത് കെനീസിനായ യെഫുന്നിയുടെ മകൻ കാലേബും നൂന്റെ മകനായ യോശുവയും യഹോവയുടെ പൂർണ്ണമായി പറ്റി നിന്നതുകൊണ്ട് അവരല്ലാതെ മിസ്രൈമിൽ നിന്ന് പോന്നവരിൽ 20 വയസ്സിന് മുതൽ മേലോട്ടുള്ള ഒരുത്തിനും ഞാൻ അബ്രഹാമിനും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും സത്യം ചെയ്ത ദേശത്തെ കാണുകയില്ല. അവർ എന്നോട് പൂർണ്ണമായി പറ്റി നിൽക്കായ കൊണ്ട് തന്നെ. ഇവിടെ ശ്രദ്ധിച്ചത്, ഒരു വലിയ ജനക്കൂട്ടമാണ് മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടത്. അവരിൽ 2 പേരൊഴികെ ആർക്കും 20 വയസ്സിന് പ്രായത്തിന് മുകളിൽ അന്നുണ്ടായിരുന്ന 20 വയസ്സിന് പ്രായത്തിന് മുകളിലുണ്ടായിരുന്ന ആർക്കും തന്നെ അവിടെ അഗ്നാദേശത്ത് പാർക്കുവാൻ അല്ലെങ്കിൽ എത്തിച്ചേരുവാൻ കഴിഞ്ഞില്ല. എന്നാൽ കാലേബിനെ കുറിച്ചും യോശുവയെ കുറിച്ചും പറഞ്ഞ കാര്യം ഇങ്ങനെയാണ്: അവർ യഹോവയോട് പൂർണ്ണമായി പറ്റി നിന്നതുകൊണ്ട്. പ്രിയപ്പെട്ടവരെ, നാം ദൈവത്തെ സേവിക്കുമ്പോൾ ദൈവമായിട്ട് നമുക്ക് ചേർന്ന് നിൽപ്പാൻ കഴിയണം. ഭാഗികമായ ഒരു സ്നേഹമോ ഭാഗികമായ ഒരു സമർപ്പണമോ അല്ല, പൂർണ്ണമായും ദൈവത്തോട് ചേർന്ന് നിൽപ്പാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകണം. നാം അതിനായി ഉത്സാഹിക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ ഭൂരിപക്ഷം ദൈവത്തെ തിരസ്കരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴും ന്യൂനപക്ഷമായ അല്ലേ, ഈ 6 ലക്ഷത്തിലധികം പേരുള്ളവർക്ക് വെറും 2 പേർ അവർ ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കാനിടയായിത്തീർന്നു. അതുകൊണ്ട് സംഭവിച്ചു, ഭൂരിപക്ഷം പേർ അപ്പുറത്തായതുകൊണ്ട് അവരുടെ കരുണ കാണിച്ചില്ല. അവർക്കെല്ലാം ശിക്ഷ ഉണ്ടായപ്പോഴും ഈ ന്യൂനപക്ഷമായ 2 പേരെ ദൈവം അനുഗ്രഹിക്കാനിടയായിത്തീർന്നു. ഇന്ന ദേശത്ത്, എൻ്റെ കുടുംബത്ത് ആരെല്ലാം ദൈവത്തെ ഭയപ്പെടുന്നുണ്ട്, ദൈവത്തെ അനുസരിക്കുന്നുണ്ട്, ആരെല്ലാം അനുസരിക്കുന്നില്ല എന്ന് നോക്കിയിട്ട് ഏതാണ് ഭൂരിപക്ഷം അവരുടെ കൂടെ ദൈവം നിൽക്കുകയല്ല. ആരാണ് ദൈവത്തെ പൂർണ്ണമായി അനുസരിക്കുന്നത് അവരോട് കൂടെയാണ് ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ളത്. അതുകൊണ്ട് തലമുറയിൽ ദൈവത്തെ സേവിക്കുന്ന ഗണത്തിൽ, ദൈവത്തെ ആരാധിക്കുന്ന ഗണത്തിൽ, ദൈവത്തെ അനുഗമിക്കുന്ന ഗണത്തിലായിത്തീരുവാനായ കർത്താവ് നിന്നെ സഹായിക്കട്ടെ. എങ്കിൽ മാത്രമേ നിനക്ക് അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ കഴിയുള്ളൂ. പൂർണ്ണമായി പറ്റി നിന്നായ 2 പേരെ പോലെ നമുക്ക് പരിമർദ്ദ സഹായിക്കട്ടെ. പറ്റി നിൽക്കാത്തവരെ കുറിച്ച് വചനം പറഞ്ഞിങ്ങനെയാണ്: അങ്ങനെ യഹോവയുടെ കോപം ഇസ്രായേലിന്റെ നേരെ ജ്വലിച്ചു. യഹോവയ്ക്ക് അനിഷ്ടമായത് ചെയ്ത ആ തലമുറ എല്ലാം മുടിഞ്ഞു പോകുവോളം 40 സംവത്സരം വരെ മരുഭൂമിയിലല്ലയുമാറാക്കി. ഉണ്ടോ? യഹോവയ്ക്ക് അനിഷ്ടമായത് ചെയ്ത തലമുറ എല്ലാം മുടിഞ്ഞു പോകുവോളം 40 സംവത്സരം വരെ മരുഭൂമിയിൽ അലയുമാറാക്കി. അവിടെ എന്താ സംഭവിച്ചത്? യഹോവയ്ക്ക് അനിഷ്ടമായുള്ള ചെയ്തതെല്ലാം മുടിഞ്ഞു പോകാനിടയായിത്തീർന്നു. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ ഭയപ്പെടുക, ദൈവത്തെ അനുസരിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഒരുപക്ഷെ മനുഷ്യനെ അത് പരിഹാസമായി തോന്നിയേക്കാം. ചിലപ്പോൾ അവർ മറ്റുള്ളവരെ അത് പറയുമ്പോൾ പരിഹസിക്കാം. എന്നല്ലേ വചനം പറയുന്നത്, ദൈവത്തെ അനുസരിക്കാത്തവൻ സംഭവിക്കുന്നത് അനിഷ്ടമായി ചെയ്യുന്നവനെല്ലാം മുടിഞ്ഞു പോകുവാൻ നശിപ്പോനിടയായിത്തീരും. നാം അനുഗ്രഹം പ്രാപിക്കാൻ വിളിക്കപ്പെട്ടവരായതുകൊണ്ട് ദൈവത്തെ സേവിച്ചും ദൈവത്തെ അനുസരിച്ചും
ദൈവത്തെ അനുഗമിച്ചും അനുഗ്രഹങ്ങൾ പ്രായപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. എന്നാൽ ഇസ്രായേലിൻ്റെ നേരെ യഹോവയുടെ ഉഗ്രകോപം ഇനിയും വർദ്ധിപ്പാൻ തക്കവണ്ണം നിങ്ങളുടെ പിതാക്കന്മാർക്ക് പകരം നിങ്ങൾ പാപികളുടെ ഒരു കൂട്ടമായി എഴുന്നേറ്റിരിക്കുന്നു. നിങ്ങൾ അവനെ വിട്ട് പിന്നോക്കം പോയാൽ അവൻ ഇനിയും അവരെ മരുഭൂമിയിൽ വിട്ടുകളയും. അങ്ങനെ നിങ്ങൾ ഈ ജനത്തെയെല്ലാം നശിപ്പിക്കും. അപ്പോൾ അവർ അടുത്ത് എന്ന് പറഞ്ഞത്, ഞങ്ങളിവിടെ ഞങ്ങളുടെ ആടുമാടുകൾക്ക് തൊഴുത്തുകളും ഞങ്ങളുടെ കുഞ്ഞുകുട്ടികൾക്ക് പട്ടണങ്ങളും പണിയട്ടെ. എങ്കിൽ ഇസ്രായേൽ മക്കളെ അവരുടെ സ്ഥലത്ത് കൊണ്ടുപോയി ആക്കുന്നവരെ ഞങ്ങൾ യുദ്ധസന്നദ്ധരായി അവർക്ക് മുമ്പായി നടക്കും. ഞങ്ങളുടെ കുഞ്ഞുകുട്ടികളോ ദേശ നിവാസികൾ നിമിത്തം ഉറപ്പുള്ള പട്ടണങ്ങളിൽ പാർക്കട്ടെ. ഇസ്രായേൽ മക്കൾ ഓരോരുത്തരും താമൻ്റെ അവകാശം അർഹിക്കൊള്ളും വരെ ഞങ്ങൾ ഞങ്ങളുടെ വീടുകളിലേക്ക് മടങ്ങിപ്പോരുകയില്ല. യോർദാൻ ക്രിയതിനപ്പുറവും ഞങ്ങൾ അവരോടുകൂടെ അവകാശം വാങ്ങുകയില്ല. കിഴക്ക് യോർദാൻ ഇക്കരെ ഞങ്ങൾക്ക് അവകാശമുണ്ടല്ലോ. പിന്നെ മോശ അവരോട് പറഞ്ഞു, നിങ്ങൾ ഈ കാര്യം ചെയ്യുന്നുവെങ്കിൽ യഹോവയുടെ മുമ്പാകെ യുദ്ധസന്നദ്ധരായി പുറപ്പെട്ട് യഹോവയുടെ മുന്നിൽ നിന്ന് ശത്രുക്കൾ നീക്കിക്കളയുവോളം നിങ്ങൾ എല്ലാവരും മുമ്പാകെ യുദ്ധസന്നദ്ധരായി യോർദാനക്കരെ കടന്നു പോകുമെങ്കിൽ ദേശം യഹോവയുടെ മുമ്പാകെ കീഴ് അമർന്ന ശേഷം നിങ്ങൾ മടങ്ങിപ്പോരുകയും യഹോവയുടെയും ഇസ്രായേലിൻ്റെയും മുമ്പാകെ കുറ്റബലത്തിലിരിക്കുകയും ചെയ്യും. അപ്പോൾ ദേശം യഹോവയുടെ മുമ്പാകെ നിങ്ങളുടെ അവകാശമാകും. എന്നാൽ നിങ്ങൾ അങ്ങനെ ചെയ്യുകയില്ല എങ്കിൽ നിങ്ങൾ യഹോവയോട് പാപം ചെയ്തിരിക്കുന്നു. നിങ്ങളുടെ പാപഫലം നിങ്ങൾ അനുഭവിക്കും. നിങ്ങളുടെ കുട്ടികൾക്കായി പട്ടണങ്ങളും നിങ്ങളുടെ ആടുകൾക്കായി തൊഴുത്തുകളും പണിത് നിങ്ങൾ പറഞ്ഞതുപോലെ ചെയ്തുകൊള്ളുവീൻ. ഗാദ്യരും രൂബേനരും മോശയോട് യജമാനൻ കൽപ്പിക്കുന്ന പോലെ അടിയങ്ങൾ ചെയ്തുകൊള്ളാം. ഞങ്ങളുടെ കുഞ്ഞുങ്ങളും ഭാര്യമാരും ഞങ്ങളുടെ കന്നുകാലികളും മൃഗങ്ങളും ഗിലെയാദിലെ പട്ടണങ്ങളിൽ ഇരിക്കട്ടെ. അടിയങ്ങളോ യജമാനൻ കൽപ്പിക്കുന്ന പോലെ എല്ലാവരും യുദ്ധസന്നദ്ധരായി യഹോവയുടെ മുമ്പാകെ യുദ്ധത്തിന് കടന്നു പോകാം എന്ന് പറഞ്ഞു. ഇവിടെ ദൈവം ഇവരെ അനുഗ്രഹിച്ച് വാഗ്ദത്തദേശത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഒരു കൂട്ടർ യോർദാനിക്കരെ പാർക്കൊണ്ട് ആഗ്രഹിക്കുന്നു. അവിടെ അവരുടെ തീരുമാനങ്ങളെല്ലാം പറയുമ്പോൾ മോശ അവരോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു, നിങ്ങൾ പറഞ്ഞതുപോലെ പ്രവർത്തിക്കുന്നില്ല എങ്കിൽ, നിങ്ങൾ തീരുമാനം പ്രകാരം പ്രവർത്തിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ യഹോവയുടെ പാപം ചെയ്തിരിക്കുന്നു. നിങ്ങളുടെ പാപഫലം നിങ്ങൾ അനുഭവിക്കും. അപ്പോൾ ഇവിടെ കാണുന്നതായ ഒരു വലിയ സന്ദേശം എന്താണെന്ന് ചോദിച്ചാൽ, നാം ദിവസങ്ങളുടെ തീരുമാനങ്ങൾ പാലിക്കേണ്ടതാണ്. പാലിക്കാതെ നാം ഉഴപ്പി പോകുമ്പോൾ അതിൻ്റെ പരിണത ഫലം നമ്മൾ അനുഭവിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മളാവോളം ദൈവസന്നിധിയിൽ ആ തീരുമാനങ്ങൾ ഉറച്ചു നിൽപ്പാനായിട്ട് കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അടുത്തത് നമ്മൾ വായിക്കുന്നത്, ആകയാൽ മോശ അവരെക്കുറിച്ച് പുരോഹിതനായ എലീയാസറിനോടും നൂൻ്റെ മകനായ യോശുവോടും ഇസ്രായേൽ മക്കളുടെ ഗോത്രപ്രധാനങ്ങളോടും കൽപ്പിച്ചതെന്നാൽ, ഗാദ്യരും രൂബേന്യരും ഓരോരുത്തരും യുദ്ധസന്നദ്ധനായി യഹോവയുടെ മുമ്പാകെ നിങ്ങളോടുകൂടെ യോർദാനക്കരെ കടന്നു പോരുകയും ദേശം നിങ്ങളുടെ മുമ്പാകെ കീഴടങ്ങുകയും ചെയ്താൽ നിങ്ങൾ അവർക്ക് ഗിലെയാദ് ദേശം അവകാശമായി കൊടുക്കണം. എന്നാൽ അവർ നിങ്ങളുടെ കൂടെ യുദ്ധസന്നദ്ധരായ കരയ്ക്ക് കിടക്കാതിരുന്നാൽ അവരുടെ അവകാശം നിങ്ങളുടെ ഇടയിൽ കനാൻ ദേശത്ത് തന്നെ ആയിരിക്കണം. ഗാദ്യരും രൂബേന്യരും അതിന് യഹോവ നിങ്ങളോട് കൽപ്പിച്ചതുപോലെ ചെയ്തുകൊള്ളാം. ഞങ്ങളുടെ അവകാശം ലഭിക്കണമെന്ന് ഞങ്ങൾ യഹോവയുടെ മുമ്പാകെ യുദ്ധസന്നദ്ധരായ കനാൻ ദേശത്ത് കടന്നു പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ മോശ ഗാദ്യർക്കും രൂബേന്യർക്കും യോസേഫിന്റെ മകനായ മനശ്ശെയുടെ പാതി ഗോത്രത്തിനും അമോര്യ രാജാവായ സീഹോന്റെ രാജ്യവും ബാശാൻ രാജാവായ ഓഗിന്റെ രാജ്യവുമായ ദേശം അതിൻ്റെ അതിരുകളിൽ ചുറ്റുമുള്ള ദേശത്തിൻ്റെ പട്ടണങ്ങളും കൊടുത്തു. ഗാദ്യർ ദീബോൻ, അതാരോത്ത്, അരയോർ, അത്രോത്ത്, ഷോഫാൻ, യാസേർ, യോഗ്ബെഹ, ബേത്ത് നിമ്ര, ബേത്ത് ഹാരാൻ എന്നിവയെ ഉറപ്പുള്ള പട്ടണങ്ങളായും ആടുകൾക്ക് തൊഴുത്തുകളായും പണിതു. റൂബേനിയർ ഹെഷ്ബോനും എലയാലോയും കിര്യത്തീമും പേരുമാറ്റിക്കളഞ്ഞ നെബോ, ബാൽമെയോൻ എന്നിവയും സിബ്മയും പണിതു. അവിടെ പട്ടണങ്ങൾക്ക് പുതിയ പേരിട്ടു. മനശ്ശെയുടെ മകനായ മാഖീരിൻ്റെ പുത്രന്മാർ ഗിലെയാദിൽ ചെന്ന് അതിനെ അടക്കി. അവിടെ പാർത്തിരുന്ന അമോര്യരെ ഓടിച്ചു കളഞ്ഞു. മോശ ഗിലെയാദ് ദേശം മനശ്ശെയുടെ മകനായ മാഖീരിന് കൊടുത്തു. അവനവിടെ പാർത്തു. മനശ്ശെയുടെ പുത്രനായ യായീർ ചെന്ന് അതിലെ ഊരുകളെ അടക്കി. അവയ്ക്ക് ഹവോത്ത് യായീർ, യായീരിൻ്റെ ഊരുകൾ എന്ന് പേരിട്ടു. നോബഹ് ചെന്ന് കിനാത്ത് പട്ടണവും അതിൻ്റെ ഗ്രാമങ്ങളും അടക്കി. അതിന് തൻ്റെ പേരിൻ പ്രകാരം നോബഹ് എന്ന് പേരിട്ടു. നമ്മളിവിടെ അടുത്ത അതിൽ പ്രവേശിക്കുമ്പോൾ അവിടെയും കാണുന്നത് പാളയങ്ങളുടെ പുനരവലോകനമാണ്. ഓരോരുത്തരുടെ ഏതെല്ലാം നിലകളിലെ പാളയം അടിക്കുന്നുള്ള ഒരു വിവരം കൊടുക്കുകയാണ്. മോശയുടെയും അഹ്റോൻ്റെയും കൈക്ക് ഗണഗണമായി മിസ്രയീം ദേശത്ത് പുറപ്പെട്ട ഇസ്രായേൽ മക്കളുടെ പ്രയാണങ്ങളാവിത്.
മോശ യഹോവയുടെ കൽപ്പന പ്രകാരം അവരുടെ പ്രയാണക്രമത്തിൽ അവരുടെ താവളങ്ങൾ എഴുതി വെച്ചു. താവളമായി അവർ ചെയ്ത പ്രയാണങ്ങളാവിത്. 1-ാം മാസം 15-ാം തീയതി അവർ റമസോസിൽ നിന്ന് പുറപ്പെട്ടു. പെസഹ കഴിഞ്ഞ് പിറ്റേന്നാൾ ഇസ്രായേൽ മക്കൾ എല്ലാ മിസ്രൈമ്യരും കാണുക യുദ്ധസന്നദ്ധരായി പുറപ്പെട്ടു. മിസ്രൈമ്യർ യഹോവ തങ്ങളുടെ ഇടയിൽ സംഭരിച്ച് കടിഞ്ഞുലുകളെ എല്ലാം കുഴിച്ചിടുകയായിരുന്നു. അവരുടെ ദേവന്മാരുടെയും മേലും യഹോവ ന്യായവിധി നടത്തിയിരുന്നു. ഇസ്രായേൽ മക്കൾ റമസോസിൽ നിന്ന് പുറപ്പെട്ട് സൂക്കോത്തിൽ പാളയമിറങ്ങി. സൂക്കോത്തിൽ നിന്ന് അവർ പുറപ്പെട്ട് മരുഭൂമിയുടെ അറ്റത്തുനിന്നുള്ള ഏതാമിൽ പാളയമിറങ്ങി. ഏതാമിൽ നിന്ന് പുറപ്പെട്ട് ബാൽ സഫോറിനെതിരെയുള്ള പിഹഹീരോത്തിന് തിരിഞ്ഞു വന്നു. അവർ മിഗ്ദോലിന് കിഴക്ക് പാളയമിറങ്ങി. പിഹഹോരോത്തിന് കിഴക്ക് നിന്ന് പുറപ്പെട്ട് കടൽ നടുവിൽ കൂടി മരുഭൂമിയിൽ കടന്ന് ഏതാ മരുഭൂമിയിൽ 3 ദിവസം വഴി നടന്ന് മാറായിൽ പാളയമിറങ്ങി. മാറായിൽ നിന്ന് പുറപ്പെട്ട് അവർ ഇലീമിലെത്തി. ഇലീമിൽ 12 നീരൂറും 70 ഈന്തപ്പനയും ഉണ്ടായിരുന്നുകൊണ്ട് അവർ അവിടെ പാളയമിറങ്ങി. എലീമിൽ നിന്ന് പുറപ്പെട്ട് ചെങ്കടലിനരികെ പാളയമിറങ്ങി. ചെങ്കടലിനരികിൽ നിന്ന് പുറപ്പെട്ട് സീൻ മരുഭൂമിയിൽ പാളയമിറങ്ങി. സീൻ മരുഭൂമിയിൽ നിന്ന് പുറപ്പെട്ട് ദഫക്കയിൽ പാളയമിറങ്ങി. ദഫക്കയിൽ നിന്ന് പുറപ്പെട്ട് ആലൂസിൽ പാളയമിറങ്ങി. ആലൂസിൽ നിന്ന് പുറപ്പെട്ട് രഫിദീമിൽ പാളയമിറങ്ങി. അവിടെ ചെന്ന് കുടിപ്പാൻ വെള്ളമില്ലായിരുന്നു. രഫിദീമിൽ നിന്ന് പുറപ്പെട്ട് സിനായ് മരുഭൂമിയിൽ പാളയമിറങ്ങി. സിനായ് മരുഭൂമിയിൽ നിന്ന് പുറപ്പെട്ട് കിബ്രോത്ത് ഹത്താവയിൽ പാളയമിറങ്ങി. കിബ്രോത്ത് ഹത്താവയിൽ നിന്ന് പുറപ്പെട്ട് ഹസ്രോത്തിൽ പാളയമിറങ്ങി. ഹസരോത്തിൽ നിന്ന് പുറപ്പെട്ട് ദിത്മയിൽ പാളയമിറങ്ങി. ദിത്മയിൽ നിന്ന് പുറപ്പെട്ട് റിമ്മോൻ പേരസിൽ പാളയമിറങ്ങി. റിമ്മോൻ പേരസിൽ നിന്ന് പുറപ്പെട്ട് ലിബ്നയിൽ പാളയമിറങ്ങി. ലിബ്നയിൽ നിന്ന് പുറപ്പെട്ട് റിസയിൽ പാളയമിറങ്ങി. റിസയിൽ നിന്ന് പുറപ്പെട്ട് കെഹേലാദയിൽ പാളയമിറങ്ങി. കെഹേലാദയിൽ നിന്ന് പുറപ്പെട്ട് ഷാഫേർ മലയിൽ പാളയമിറങ്ങി. ഷാഫേർ മലയിൽ നിന്ന് പുറപ്പെട്ട് ഹരാദയിൽ പാളയമിറങ്ങി. ഹരാദയിൽ നിന്ന് പുറപ്പെട്ട് മക് ഹോലോത്തിൽ പാളയമിറങ്ങി. ആ ഹോലത്തിൽ നിന്ന് പുറപ്പെട്ട് തഹത്തിൽ പാളയമിറങ്ങി. തഹത്തിൽ പുറപ്പെട്ട് താരഖിൽ പാളയമിറങ്ങി. താരഖിൽ നിന്ന് പുറപ്പെട്ട് മിത്കയിൽ പാളയമിറങ്ങി. മിത്കയിൽ നിന്ന് പുറപ്പെട്ട് അശ്മോനയിൽ പാളയമിറങ്ങി. അശ്മോനിൽ നിന്ന് പുറപ്പെട്ട് മെസോരോത്തിൽ പാളയമിറങ്ങി. മെസോരോത്തിൽ പുറപ്പെട്ട് ബെനയാഖാനിൽ പാളയമിറങ്ങി. ബെനയാക്കിൽ നിന്ന് പുറപ്പെട്ട് ഹോർ ഹഗിദ് ഗാദയിൽ പാളയമിറങ്ങി. ഹോറിൽ നിന്ന് പുറപ്പെട്ട് യോദ്ബാധയിൽ പാളയമിറങ്ങി. യോദ്ബാധയിൽ പുറപ്പെട്ട് അബ്രോനയിൽ പാളയമിറങ്ങി. അബ്രോനിൽ നിന്ന് പുറപ്പെട്ട് യെസ്യോൻ ഗബേറിൽ പാളയമിറങ്ങി. യെസ്യോൻ ഗബേറിൽ നിന്ന് പുറപ്പെട്ട് സീൻ മരുഭൂമിയിൽ പാളയമിറങ്ങി. അതാകുന്നു കാദേശ്. അവർ കാദേശിൽ നിന്ന് പുറപ്പെട്ട് ഏതോ ദേശത്തിൻ്റെ അതിരിങ്കിൽ ഹോർ പർവ്വതത്തിൽ പാളയമിറങ്ങി. പുരോഹിതനായ യഹോവയുടെ കൽപ്പന പ്രകാരം ഹോർ പർവ്വതത്തിൽ കയറി. ഇസ്രായേൽ മക്കൾ മിസ്രയീം ദേശത്ത് നിന്ന് പോകുന്നതിൻ്റെ 40-ാം സംവത്സരം 5-ാം മാസം 1-ാം തീയതി അവിടെ വെച്ച് മരിച്ചു. അഹ്റോൻ ഹോർ പർവ്വതത്തിൽ വെച്ച് മരിച്ചപ്പോൾ അവന് 123 വയസ്സായിരുന്നു. എന്നാൽ കനാൻ ദേശത്ത് തെക്ക് വാർത്തിരുന്ന കനാനായ അരദ് രാജാവ് ഇസ്രായേൽ മക്കളെ വരവിനെക്കുറിച്ച് കേട്ട് ഹോർ പർവ്വതത്തിൽ നിന്ന് അവർ പുറപ്പെട്ട് സൽമോനയിൽ പാളയമിറങ്ങി. സൽമോനിൽ നിന്ന് പുറപ്പെട്ട് പുനൂനിൽ പാളയമിറങ്ങി. പുനൂനിൽ നിന്ന് പുറപ്പെട്ട് ഓബോത്തിൽ പാളയമിറങ്ങി. ഓബോത്തിൽ നിന്ന് പുറപ്പെട്ട് മോവാബിൻ്റെ അതിരെങ്കിൽ അബാരാമിൽ പാളയമിറങ്ങി. മിൽ നിന്ന് പുറപ്പെട്ട് ദിബോൻ ഗാദിൽ പാളയമിറങ്ങി. ദിബോൻ ഗാദിൽ നിന്ന് പുറപ്പെട്ട് അൽമോദിബ്ലാദയിൽ പാളയമിറങ്ങി. അൽമോദിബ്ലാദയിമിൽ നിന്ന് പുറപ്പെട്ട് നെബോവിന് കിഴക്ക് അഭാരിം പർവ്വതത്തെങ്കിൽ പാളയമിറങ്ങി. അഭാരിം പർവ്വതത്തിൽ നിന്ന് പുറപ്പെട്ട് എരിഹോവിനെതിരെ യോർദാനരികെയും മോവാബ് സമഭൂമിയിൽ പാളയമിറങ്ങി. യോർദാനരികെ മോവാബ് സമഭൂമിയിൽ ബേത്ത് യെശീമോത്ത് മുതൽ ആബേൽ ശിത്തീം വരെ പാളയമിറങ്ങി. ബേത്ത് യെശീമോത്ത് മുതൽ ആബേൽ ശിത്തീം വരെ പാളയമിറങ്ങി. എരിഹോവിനെതിരെ യോർദാനക്കരെ മോവാബ് സമഭൂമിയിൽ വെച്ച് യഹോവ മോശയോട് അരുളിച്ചത്, നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടതെന്നാൽ, നിങ്ങൾ യോർദാനക്കരെ കനാൻ ദേശത്ത് കടന്ന ശേഷം ദേശത്തിലെ സകല നിവാസികളെയും നിങ്ങളുടെ മുമ്പിൽ നീക്കളഞ്ഞ് അവരുടെ വിഗ്രഹങ്ങളെയും ബിംബങ്ങളെയും എല്ലാം തകർത്ത് അവരുടെ സകല പൂജാരികളെയും നശിപ്പിച്ചു കളയണം. ദേശം കൈവശമാക്കിയതിൽ കൂടി പാർക്കണം. നിങ്ങൾ കൈവശമാക്കണമെന്ന് ഞാൻ ആ ദേശം നിങ്ങൾക്ക് തന്നിരിക്കുന്നു.
നിങ്ങൾ കുടുംബമായി ദേശം ചീട്ടിട്ട് അവകാശമാക്കണം. ആളേറെയുള്ളവർക്ക് ഏറെയും കുറേയുള്ളവർക്ക് കുറേയും അവകാശം കൊടുക്കണം. അവനവന് ചീട്ട് എവിടെ വീഴുന്നുവോ അവിടെ അവൻ്റെ അവകാശമായിരിക്കണം. പിതൃഗോത്രവുമായി നിങ്ങൾക്ക് അവകാശം ലഭിക്കണം. എന്നാൽ ദേശത്തെ നിവാസികളെ നിങ്ങളുടെ മുമ്പിൽ നിന്ന് കളയാതിരുന്നാൽ നിങ്ങൾ അവരിൽ ശേഷിപ്പിക്കുന്നവർ നിങ്ങളുടെ കണ്ണുകളിൽ മുള്ളുകളും പാർശ്വങ്ങളിൽ കണ്ടങ്ങളുമായി നിങ്ങൾ പറഞ്ഞ ദേശത്ത് നിങ്ങളെ ഉപദ്രവിക്കുകയും അത്രയുമല്ല, ഞാൻ അവരുടെ ജീവൻ നിരൂപിച്ച പോലെ നിങ്ങളോട് ചെയ്യും. ഇവിടെ ഓരോ സ്ഥലത്തായിരിക്കുമ്പോഴും അവകാശങ്ങൾ പ്രാപിക്കുമ്പോഴൊക്കെയും അവരോട് പറഞ്ഞത് നിങ്ങളെ ആ ദേശത്ത് ചെല്ലുമ്പോൾ ഒഴിവാക്കണമെല്ലാം ഒഴിവാക്കാതെ പോയാൽ അത് നിങ്ങൾക്ക് ദോഷമായി തീരുന്നത് മാത്രമല്ല, ദൈവം ആ ശത്രുജനത്തോടെ എങ്ങനെയാണോ പ്രവർത്തിക്കാൻ ആഗ്രഹിച്ചത് നിങ്ങളോടും പ്രവർത്തിക്കുന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒഴിവാക്കിക്കൊണ്ട് സ്വീകരിക്കണമെന്ന് സ്വീകരിച്ചുകൊണ്ട് വേണം ദൈവത്തെ സേവിപ്പാന്ന കാര്യം മറന്നു പോകരുത്. ഇവിടെ നമ്മൾ ഈ അധ്യായത്തിൽ അവർ പാളയമിറങ്ങിയ സ്ഥലങ്ങളെക്കുറിച്ചുള്ള വിവരണമുണ്ട്. ഇസ്രായേൽ മക്കൾ എവിടെയെല്ലാം പാളയമിറങ്ങിയെന്നൊക്കെ ഒറ്റനോട്ടത്തിൽ നമുക്ക് അവിടെ വായിച്ച് മനസ്സിലാകുന്ന കാര്യമാണ്. ഇതൊക്കെ നമുക്ക് പഠനത്തിലുള്ള കാര്യമാണ്. പഠിക്കുന്നവർക്ക് അത് സഹായകരമാകുമല്ലോ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഇന്ന് സെക്ഷനായി സ്തോത്രം ചെയ്യുന്നു. ഇസ്രായേൽ മക്കളെ പ്രയാണത്തെക്കുറിച്ച് പഠിക്കാൻ ഇടയായിത്തീർന്നു. അവരുടെ അവകാശങ്ങളെക്കുറിച്ച് പഠിക്കാൻ ഇടയായിത്തീർന്നു. കർത്താവേ, നമ്മുടെ ജീവിതത്തിലും ഒഴിവാക്കുവാനും സ്വീകരിക്കണമെന്ന് സ്വീകരിക്കാനുള്ള കൃപ നിങ്ങൾക്ക് നൽകപ്പെടുമ്പോഴാണെന്ന് പ്രാർത്ഥിക്കുന്നു. നിന്നെ സേവിക്കണമെങ്കിൽ സേവിച്ച് അനുഗ്രഹങ്ങൾ പ്രാപിപ്പാൻ ഈ ജനത്തെ സഹായിക്കണമേ. നിങ്ങൾ സഹായിച്ചവയ്ക്കായി സ്തോത്രം. തുറന്ന കൃപകളോട് ഇരിക്കുമ്പോഴാകണം. നിങ്ങളുടെ നാമത്തെ മാത്രം വൃത്തിയാട്ടെ. യേശു നാമം തന്നെ ആമേൻ. ക്ഷമയോടെ സന്ദേശം ശ്രമിച്ച് നന്ദി പറയുന്നു. നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമ്പോഴാകട്ടെ. കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ നമുക്ക് അടുത്ത സെക്ഷനിൽ വീണ്ടും കാണാം. അതുവരെയും കർത്താവ് നമ്മെ സൂക്ഷിക്കുവാനായിട്ട് പരസ്പരം ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ സഹകരണത്തിനും എല്ലാ പ്രോത്സാഹനത്തിനും നന്ദി പറയുന്നു. താങ്ക് യു. മേ ഗോഡ് ബ്ലസ് യു.